ജെയിംസ് സാർ ഫാക്ട്സ് ആണ് പറയുന്നത്. ജെയിംസ് സാർ കഴിഞ്ഞ ആഴ്ച തിരുത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു വിജയ, ഈ യഥാർത്ഥ മലയാള ടെലിവിഷനിൽ ലോക നേതാക്കന്മാരുടെ പേരുകൾ പ്രോംപ്റ്ററിന്റെ സഹായമില്ലാതെ ഇത്രയും തെറ്റുകൂടാതെ പറയാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് മിസ്റ്റർ പി ജെയിംസ് മാത്രമാണ്. നമ്മൾ അസൂയയുടെ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഈ പോപ്പിന്റെ ഇതിഹാസവും കത്തോലിക്ക സഭയുടെ വളർച്ചയും ഒക്കെ ആധികാരികമായിട്ട് അവഗാഹത്തോടെ സംസാരിക്കാൻ കഴിയുന്ന മലയാള ടെലിവിഷനിലെ ഏക മാധ്യമപ്രവർത്തകൻ ഒരു പക്ഷേ തന്നെയല്ല. ഈ ലോക വാർത്തകളെ ഇത്രയും ജനകീയമാക്കിയതിൽ ജെയിംസ് സാറിന്റെ പങ്ക് വളരെ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഞങ്ങളെല്ലാം പ്രോംപ്റ്ററിന്റെ സഹായത്തോടെ, ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ പ്രോംപ്റ്റർ ഇല്ല, പക്ഷേ പ്രോംപ്റ്ററിന്റെ സഹായത്തോടെയാണ് ഞങ്ങൾ മിക്കവാറും എല്ലാം സംസാരിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾ ചിലരുടെ മാറ്റങ്ങളൊക്കെ അതിൽ വരുത്തും എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പി ജെയിംസ് വിദേശ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രോംപ്റ്ററില്ല, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഞെട്ടി നിൽക്കും. മാത്രമല്ല കുറച്ച് വർഷങ്ങൾ മുന്നേ നടന്ന കഥ ഉൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ, ഒരുപക്ഷെ UN സെക്രട്ടറി ജനറൽ സഞ്ചരിച്ചതിനേക്കാളും കൂടുതൽ രാജ്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചു, നേരിട്ടെത്തിയിട്ടുണ്ട്. 58 രാജ്യങ്ങളിൽ നേരിട്ട് സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം പറഞ്ഞത്. 62 ചിലപ്പോൾ ഒരു 4-5 രാജ്യം കൂടെ ചേർത്ത് കാണും. അത് തള്ളലാന്ന് വേണേ പറഞ്ഞു. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ പി ജെയിംസ് ചിലപ്പോൾ ബോധം കെട്ടു വീഴും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.